ഹായ് നമസ്കാരം. കോമണായിട്ട് എല്ലാവരും വന്ന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങളുടെ വീട്ടിൽ RCCB ഉണ്ട്, പക്ഷേ ഇടി വെട്ടുമ്പോൾ പല സാധനങ്ങളും അടിച്ചു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഇടി വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലെ RCCB ട്രിപ്പ് ആവുന്നുണ്ട്. അവിടെ അതുകൊണ്ട് നമുക്ക് ഇടിമിന്നൽ രക്ഷാകരമായിട്ട് ഇടിമിന്നൽ വരുമ്പോൾ ഇത് നമ്മളെ രക്ഷിക്കുന്ന പലരുടെ വിചാരം. ശരിക്കും പറഞ്ഞാൽ RCCBയുടെ പണി അതല്ല. RCCB ഇടി മിന്നുമ്പോൾ ട്രിപ്പാകാനുള്ള സാധനമല്ല. RCCB ഇടി മിന്നുമ്പോൾ ട്രിപ്പാകുന്നത് ഈ ഇടി മിന്നിയ കറണ്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഉപകരണത്തിൽ കൂടി നേരെ ഡിസ്ചാർജ് ചെയ്ത് എർത്തിലേക്ക് പോവുക. അതായത് ഏതെങ്കിലും ലൈൻ ഫോൾട്ടി ലൈൻ വഴിയോ അല്ലെങ്കിൽ എങ്ങനെയും എയർ കോണ്ടാക്ട് വഴിയാണെങ്കിലും എർത്തിങ്ങിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മുടെ RCCBയുടെ ഈ കാണുന്ന സാധനം നമുക്ക് ട്രിപ്പാകുന്നത്. ഈ സാധനം ഇങ്ങനെ ഇരിക്കുന്ന സാധനം നേരെ താഴോട്ട് പോകുന്നത്. അപ്പം അതിനുള്ള ഒറ്റ വഴി ഈ RCCB അല്ല. ശരിക്കും വെക്കേണ്ടത് ഇതാണ്, SPD എന്ന് പറയും. ഇതാണ് സിംഗിൾ വേസ് SPD ആണ്. ഇത് സർജ് പ്രൊട്ടക്ടിങ് ഡിവൈസ് ആണ് ഈ പറഞ്ഞത്. SPD എന്ന് പറയുന്നത് ഇത് ഓൺലൈനിൽ 1000 രൂപ മുതലുണ്ട്. പക്ഷെ പലരും പറയുന്നുണ്ട് 1000 രൂപ ഉണ്ടെങ്കിലും ഇത് സാധനം പ്രാക്ടിക്കലി ട്രിപ്പ് ആകുന്നില്ല, അല്ലെങ്കിൽ ഗുണം ഉണ്ടാകുന്നില്ലെന്ന് പറയുന്നവരുണ്ട്. അതിന് നമുക്ക് കടയിൽ ഷോപ്പിൽ ഉള്ളത് V-Guardന്റെ ഉണ്ട്. ഈ സാധനം സിംഗിൾ വേസിലുണ്ട്, 3 വേസിലുണ്ട്. ഈ സാധനം തന്നെ നമുക്ക് ഹാവൽസിലുണ്ട്. ഇച്ചിരിയുടെ കോസ്റ്റ്ലിയാണ്. പക്ഷെ ഹാവൽസിൽ വരുന്ന ടൈപ്പ് 1 and 2 കോമ്പാറ്റബിൾ ആണ്. ഇത് വരുന്നത് ഇടിമിന്നൽ മാത്രമേ ഉള്ളൂ, ടൈപ്പ് 2 മാത്രമാണ്. ഇതിന്റെ കണക്ഷൻ ഡയഗ്രാം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിന്റെ കണക്ഷൻ പലരും കൊണ്ടുപോയി നമ്മുടെ വീട്ടിലുള്ള എർത്തയിലോട്ട് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അത് തെറ്റാണ്. വീട്ടിലുള്ള എർത്തയിലല്ല ഇത് കൊടുക്കേണ്ടത്. ഇതുണ്ട്, ഇത് ലൈനെന്ന് എഴുതിയിരിക്കുന്നത് ഫേസ് കയറി ഇറങ്ങി പോവാം. ഇതിൽ നിന്ന് ഒരു വയർ ഫേസിൽ വരുന്നു, ഫേസിൽ തിരിച്ചിറങ്ങി പോകണം. ന്യൂട്രൽ വരണം, ന്യൂട്രലിൽ നിന്ന് തിരിച്ചിറങ്ങി പോകണം. അതുപോലെ തന്നെ ഇതാണ് എർത്തിന്റെ പോയിന്റ്. ഈ എർത്തിന്റെ പോയിന്റ് വരുമ്പം ഈ എർത്തിന്റെ കണക്ഷൻ കൊണ്ടുപോയിട്ട് വീട്ടിലുള്ള നോർമൽ എർത്തുമായിട്ട് കണക്ഷൻ കൊടുക്കരുത്. ഒരു കണക്ഷൻ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ ഈ വരുന്ന ഭയങ്കരമായ ഭയങ്കരമായ സർജിനെ നമ്മുടെ ഇതുവഴി പാസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങൾക്ക് കേടുപാട് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിന്റെ എർത്ത് സെപ്പറേറ്റ് നമ്മുടെ നിലവിലുള്ള എർത്തിൽ നിന്ന് മാറ്റി കുറച്ചും കൂടി ദൂരോട്ട് മാറ്റി നല്ലൊരു എർത്തിങ്, അത് നല്ല ഗേജുള്ള കമ്പിയിട്ട് തന്നെ ചെയ്തു കൊടുക്കണം. ഓക്കെ, ഇപ്പൊ ഇതുപോലുള്ള SPD ഐറ്റംസോ RCCB വീട്ടിൽ വെച്ചിട്ടില്ലാത്തൊരു വെക്കണം. കാരണം വെച്ചാൽ RCCB എന്ന് പറയുന്ന സാധനം നമ്മളെ കറണ്ട് നമ്മുടെ ശരീരത്തിലോ കറണ്ട് അടിക്കുക, നമ്മുടെ വീട്ടിലുള്ള ആരെയും കറണ്ട് അടിച്ചാൽ ട്രിപ്പാകാനുള്ള സാധനമാണ് ഈ RCCB എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോകുന്ന കറണ്ട് 30 MA കൂടുതലായാൽ, അല്ലെങ്കിൽ എർത്തിങ്ങിലേക്ക് പോകുന്ന 30 MA കൂടുതലായാൽ അപ്പോൾ ഇവ ട്രിപ്പാവും. 30 MA കൂടുതൽ നമ്മുടെ ശരീരത്തിന് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ടാണ് 30 MA ഇതിന് കട്ട് ഓഫ് കപ്പാസിറ്റി ഇരിക്കുന്നത്. 40 ആംപിയർ 30 MA, അല്ലെങ്കിൽ 63 ആംപിയർ 30 MA, 100 ആംപിയർ 30 MA. ആ മാർക്കിംഗ് ഉള്ളത് മാത്രമേ വീടുകളിൽ വെക്കാവുള്ളൂ. അതും പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ ഇതുപോലെ എന്തെങ്കിലും സാധനം ആവശ്യമുണ്ടെങ്കിൽ SG മാർക്കറ്റിംഗ് കാഞ്ഞിരപ്പള്ളി, ലൈറ്റ് സോൺ ഇലക്ട്രിക്കൽസ് കാഞ്ഞിരപ്പള്ളി കുരിശിക്കൽ ജംഗ്ഷൻ, സൗത്ത് ഇന്ത്യൻ ബാങ്കിന് നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കട വരുന്നത്. കാഞ്ഞിരപ്പള്ളി ടൗണിൽ KK റോഡിൽ തന്നെയാണ്. ഓക്കെ, ഈ SPD കണക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ കറക്റ്റ് നമ്മളെ വരുന്ന KCB ലൈനിൽ മീറ്റർ കഴിഞ്ഞ് ഫ്യൂസ് കഴിഞ്ഞിട്ട് കൊടുക്കേണ്ട സാധനമാണ് ഇത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു സംഭവമാണ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന്റെ ഡയറക്റ്റ് നമ്മുടെ ലൈനേക്കൾ വരുന്ന സർജിന് മാത്രമേ ഇതിന് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഡയറക്റ്റ് ലൈനേക്കിൽ നിന്ന് വരുന്ന സർജികളാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നത്. അതുപോലെ ഇത് നമുക്ക് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഗ്രീനാണ്. ഇത് കംപ്ലൈൻറ്റ് ആയി കഴിയുമ്പോൾ ഇത് റെഡ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെ തന്നെ ഇങ്ങനെ ഊരി മാറ്റി വേറൊരെണ്ണം പുതിയത് മേടിച്ച് ഇതിനകത്ത് തള്ളി കയറ്റി ചുറ്റി പ്രസ് ചെയ്തിട്ടാൽ മതി. പക്ഷേ ഇത് പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ കറണ്ട് ഇല്ലാതാകുകയില്ല. കറണ്ട് ഇല്ലാതാകുന്ന പ്രശ്നമില്ല. അപ്പോൾ ഇത് പോകുമ്പോൾ ഇതങ്ങ് മാറിയിട്ടാൽ മാത്രം മതി. പിന്നെ ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 1900 താഴെ, 1800, 1750 ആ റേഞ്ചിലൊക്കെ റേറ്റ് വരുന്നുള്ളൂ. 3 വേസിനാണ് ഒരു 4000 താഴെ റേറ്റും വരുന്നത്. ഏകദേശം ഒരു 2000 താഴെ ഇതിന് 3 വേസിന് 4000 താഴെ. ഞാൻ ഏകദേശം ആ റേറ്റ് പറയുന്നത്. നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് അവൈലബിൾ ആണ്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ നേരെ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.